എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പേടിഎമ്മിനെ കുറിച്ചാണ്. ഓഹരി വിപണി നല്ല ഉയരങ്ങൾ കീഴടക്കുമ്പോഴും പേടിഎമ്മിൽ നിക്ഷേപമുള്ള നിക്ഷേപകർക്ക് കിനാവും കണ്ണീരും മാത്രമേ വിധിച്ചിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് 40% വരെ ഇടിഞ്ഞു. വിൽക്കാൻ കയ്യിലുള്ള പേടിഎം ഓഹരി എങ്ങനെയെങ്കിലും വിറ്റ് കൈയൊഴിയണം എന്നു വിചാരിച്ചാലും അതുപോലും നടക്കാത്ത അവസ്ഥ. അത്രയും ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ പേടിഎമ്മിൽ നിന്ന് വരുന്ന കാഴ്ച. ഒരു കാലത്തെ ഫിൻടെക് ബിസിനസ്സിൻ്റെ പര്യായം തന്നെയായിരുന്നു പേടിഎം. ആ പേടിഎമ്മാണ് 2 ദിവസം കൊണ്ട് 40%-ലധികം ഇടിഞ്ഞ് നിക്ഷേപകരെല്ലാം വിഷണ്ണനായി നിൽക്കുന്ന കാഴ്ച കാണുന്നത്. 2021 നവംബറിലാണ് പേടിഎം കമ്മ്യൂണിക്കേഷൻസ് IPO നടത്തുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന IPOയിൽ ഏറ്റവും വലിയ IPO ആയിരുന്നു. അതായത് റീറ്റെയിലേഴ്സിൻ്റെ ഒരു ക്രൗഡാണ് അവിടെ സംഭവിച്ചിരുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിന് ശേഷം അത് വളരെയധികം നിരാശപ്പെടുത്തി ഇൻവെസ്റ്റേഴ്സിനെ. 2150 രൂപയിലാണ് അത് ലിസ്റ്റ് ചെയ്തത്. ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് പോകുന്നത്. അതായത് ഒരു വർഷം കഴിയുമ്പോൾ അതിൽ 1/4 ചുരുങ്ങിയത് അതിൻ്റെ വില. പേടിഎമ്മിൻ്റെ പതനം റീറ്റെയിൽ നിക്ഷേപകരെ മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് ഹൗസുകാരെയും വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിരവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം 2% തൊട്ടിട്ട് ഏകദേശം 8% വരെ പേടിഎമ്മിൽ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അവരുടെ നെറ്റ് അസറ്റ് വാല്യൂകളിൽ അത് വളരെയധികം ഇടിവ് സംഭവിക്കും വരും കാലങ്ങളിൽ. അതായത് UTI ഫണ്ടുകൾക്കുണ്ട്, ടാറ്റ നിഫ്റ്റി ഇന്ത്യ ഡിജിറ്റൽ ഫണ്ട്, കോട്ടക് നിഫ്റ്റി ആൽഫ 50 ഫണ്ട്, അങ്ങനെ പലതരം ഫണ്ടുകൾക്ക് ഏകദേശം 2%-ലും 5%-ഇടയിലോ ഒക്കെ നിക്ഷേപം ഉണ്ട് പേടിഎമ്മിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് നെറ്റ് അസറ്റ് വാല്യൂവിലുള്ള ശതമാനം അനുസരിച്ച് അവരുടെ ഇടിവ് നെറ്റ് അസറ്റ് ഈ പേടിഎമ്മിൻ്റെ ഇടിവ് അവരുടെ നെറ്റ് അസറ്റ് വാല്യൂവിനെ ബാധിക്കും. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ റീറ്റെയിൽ നിക്ഷേപകർ ഓർത്തിരിക്കേണ്ട പാഠങ്ങൾ ഇതിൽ നിന്നുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ഓഹരി നമ്മൾ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ്സിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും വിപുലീകരണത്തിനനുസരിച്ചുള്ള റിവാർഡുകൾ ഓഹരി വിലയുടെ വർധനവായും അല്ലെങ്കിൽ ലാഭവിഹിതമാകും നിക്ഷേപകർക്ക് ലഭിക്കുന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങൾ, അതുപോലെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ വരുന്ന തീരുമാനങ്ങളൊക്കെ വളർച്ചയും അതുപോലെ തളർച്ചയും അതുപോലെ തിരിച്ചടിയും നമ്മുടെ നിക്ഷേപത്തിലേക്ക് നയിക്കുമെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പാഠമാണ്. ഈ വസ്തുത ഏതൊരു നിക്ഷേപകനും ഓർത്തിരിക്കണം. കാരണം ഓഹരി വിപണി എന്ന് പറയുന്നത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. അതുപോലെ ഇതുപോലുള്ള റിസ്കുകളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. അപ്പം നമ്മൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യങ്ങൾ ഈ ഓഹരികളെ ബാധിക്കും. അതായത് ഗവൺമെൻറ് ഒരു പോളിസി മാറുമ്പോൾ, ഏതെങ്കിലും ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് വരുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ബഡ്ജറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ലാത്ത തീരുമാനങ്ങളൊക്കെ ഓഹരികളെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് വന്നു. ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് നമുക്കറിയാം റെയിൽവേ ഓഹരികൾ നന്നായിട്ട് കുതിച്ചു ചാടി റെയിൽവേ ഓഹരി. പിന്നെ അതുകൂടാതെ സോളാർ കമ്പനികൾ എല്ലാതും ആർക്കും വേണ്ടാത്ത രീതിയിൽ കിടക്കുന്ന ഒരു, അതായത് പ്രധാനമന്ത്രിയുടെ ഒരു തീരുമാനം വന്നതോടുകൂടി സോളാർ ഓഹരികളൊക്കെ വളരെ നല്ല രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ വീട് വയ്ക്കാൻ ഹഡ്കോ അതുപോലെ ചില NBFCകൾ ബഡ്ജറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് 10-20% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങളൊക്കെ ഇതിനെ ഓഹരി വിപണി ബാധിക്കും എന്നുള്ള പരമമായ സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ. രണ്ടാമത്തെ കാര്യം, എത്ര വലിയ കമ്പനി ആയിക്കോട്ടെ, എത്ര ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിക്കോട്ടെ, ചില സമയത്ത് ഇടിവുകൾ പറ്റാൻ വരും. അതിനുള്ള വലിയ ഉദാഹരണം നമ്മളെ കയ്യിലുണ്ട്. ഒന്ന് HDFC ബാങ്ക്, 2
അദാനി, 3 പോളിക്യാബ്. ഇത് രണ്ടും ഓഹരി വിപണിയിലെ നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്ത ഓഹരിയാണ്. HDFC ബാങ്ക് ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് കമ്പനി, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കമ്പനി, നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന. അദാനി കമ്പനിയും അതുപോലെ തന്നെ. പോളിക്യാബ് നല്ല നല്ല ഫണ്ടമെന്റൽ സ്ട്രോങ് ആയ നല്ല കമ്പനിയാണ്. പക്ഷെ ഈ വരും കാലങ്ങളിൽ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാലോ അദാനിക്ക് ചില ഇഷ്യൂസ് ഉണ്ടായി, അദാനി താഴ്ന്നു. HDFC ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നല്ല രീതിയിൽ താഴ്ന്നെടുക്കും. അതുപോലെ പോളിക്യാബിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടിവ് സംഭവിച്ചപ്പോൾ അതും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി, ഏത് വലിയവനും ഇടിവ് സംഭവിക്കാം. അത് പരമമായ രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ നമ്മൾ കാണാൻ പോകുന്നത്, ഒരിക്കലും ക്രൗഡിന് പിന്നാലെ പോകരുത്. ഒരു ക്രൗഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പോരാ. ക്രൗഡിന് പിന്നാലെ പോയതിൻ്റെ ഫലമായി ഓഹരി വിപണിയിൽ ഇടിവ് സംഭവിച്ച, അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ച ചില ഓഹരികളാണ്. 1 Paytm, 2 Zomato, 3 പഴയ ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു ആർക്കും ആ കാലഘട്ടത്തിൽ വലിയ കൊട്ടുകുരയുമായ വന്ന കമ്പനിയാണ്. 3ാമത് നൈക്ക, 4ാമത് LIC. അതിൽ LIC കുറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ലിസ്റ്റ് ചെയ്തതിനേക്കാളും ഉയരത്തിൽ ട്രേഡ് ചെയ്ത് നിൽക്കുന്നു. സൊമാറ്റോ ആണെങ്കിൽ ആ ലിസ്റ്റ് ചെയ്ത റേറ്റിൽ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ Paytm, നൈക്കയും ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് നഷ്ടക്കച്ചവടം മാത്രമാണ്, അവർക്ക് കണ്ണീര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. 4ാമത് കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ റീറ്റെയിൽ നിക്ഷേപകർക്ക് IPO അനുയോജ്യമല്ല എന്ന് സെബി ചെയർമാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത് വെച്ചാൽ, ഒരു IPO ഇറക്കുമ്പോൾ അവർ കമ്പനിക്ക് ഒരു വില ഇട്ടിട്ട് ആ വില കമ്പനിയുടെ ആസ്തിയുടെ ഒരു വാല്യുവേഷൻ ഉണ്ടാവില്ല. ആ വാല്യുവേഷൻ ഉയർന്നു നിൽക്കുകയാണോ താഴ്ന്നു നിൽക്കുകയാണെന്ന് നമ്മളെപ്പോഴും റീറ്റെയിൽ നിക്ഷേപകർക്ക് അറിയാനായിട്ട് വകുപ്പില്ല. അത് വലിയ നിക്ഷേപകർക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് പറ്റുന്ന നമ്മൾ ഉയർന്ന റേറ്റിലായിരിക്കും ചിലപ്പോൾ അത് മേടിക്കപ്പെടാം. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ലോക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ വലിയ നിക്ഷേപകർ അത് വിറ്റുമാറുമ്പോൾ അത് നമ്മുടെ ചെറിയ നിക്ഷേപകർ, റീറ്റെയിൽ നിക്ഷേപകരെ താഴെ വന്ന് പെടും. അതാണ് സൊമാറ്റോയ്ക്കും Paytmലൊക്കെ കുറച്ച് നാൾ പറ്റിയിട്ടുള്ളത് കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഓഹരികളിൽ പ്രൈമറി മാർക്കറ്റിൽ വീണ്ടും ശേഷം ഓഹരികളിലാണ് നിക്ഷേപിക്കാനായിട്ട് സെബി ചെയർമാൻ ഇൻവെസ്റ്റേഴ്സിനോട് പറയപ്പെടുന്നത്. 5ാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ഓഹരിയിൽ നിക്ഷേപിച്ചു അല്ലെങ്കിൽ ഒരു IPOയിൽ നിക്ഷേപിച്ചു, എത്ര വരെ നഷ്ടം വരാം നമുക്ക് ഒരു കാൽക്കുലേഷൻ വേണം. നമുക്ക് 50,000 ഇട്ടാൽ 1,00,000 ഇട്ട് ഈ ഓഹരികളിൽ നിന്ന് എനിക്ക് എത്ര നഷ്ടം സംഭവിക്കണം എന്ന് നമ്മൾ ആദ്യമേ നിശ്ചയിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ Paytmൻ്റെ നോക്കിയാൽ എത്രയോ, ഇപ്പോൾ 4-1 എന്ന് വിചാരിക്കാം. അന്ന് കുറേ 1,00,000 നിക്ഷേപിച്ച ഒരു വ്യക്തി അത് ലോസ് അക്സെപ്റ്റ് ചെയ്യാണ്ട്, ഇത്ര ലോസ് അക്സെപ്റ്റ് ചെയ്യാണ്ട് കയ്യിൽ വെക്കുകയാണെങ്കിൽ അവൻ്റെ ഫണ്ട് 4-1 ചുരുങ്ങും. അതായത് 1,00,000 രൂപയ്ക്ക് അവിടെ അന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്, ഇപ്പോൾ 25,000 രൂപ മാത്രമായിട്ട് മാറും. അപ്പോൾ നമുക്ക് എത്ര ഫണ്ട് എത്രയാണ് അവിടെ വെച്ചിട്ട് നമ്മൾ അത് വിറ്റുമാറിയിട്ട് അടുത്ത നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളതിൽ നമ്മൾ കയറുക എന്നുള്ളതാണ് ഒരു അഭികാമ്യമുള്ള കാര്യം. 6ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെൽഫ് അനാലിസിസ് നമ്മൾ ഒരിക്കലും നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടേതായ ഒരു അനാലിസിസ് നമ്മൾ നടത്തണം. ആര് പറഞ്ഞാലും നമുക്ക് ഈ ഷെയർ യോജിക്കുന്നതാണോ അത്. അപ്പോൾ ചിലവർക്കുണ്ട് ചില ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ 100 രൂപ കുറവുള്ളത് മാത്രം മേടിക്കുള്ളൂ, ചിലർ 200 രൂപ കുറവുള്ളത് മാത്രം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ചിലവരുണ്ടെങ്കിൽ ഒരു 20 ഷെയർ ഉണ്ടെങ്കിൽ ഒരു ഷെയറിൽ വെച്ച് 50,000 വെച്ച് നിക്ഷേപിക്കും. അങ്ങനെ പല ക്രൈറ്റീരിയ. അപ്പോൾ നമുക്ക് സ്വയം അനലൈസേഷൻ വേണം, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് മേടിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു IPO നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട 2 എന്തുകൊണ്ടാണ് ഞാൻ ഈ ഷെയർ മേടിക്കുന്നത്, എന്താണ് ഈ ഷെയർ മേടിക്കാൻ എന്നെ പര്യാപ്തമാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഷെയർ മേടിച്ചാൽ എനിക്ക് എന്ത് ഗുണം ഉണ്ടാവും, എന്താണ് ഈ ഷെയറിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, എന്നുള്ള ചോദ്യം. അതുകൂടാതെ എപ്പോൾ മേടിക്കണം, ഒരു ഷെയർ എല്ലാ ഷെയർസും എപ്പോൾ മേടിക്കണമെന്ന് ഉള്ള തീരുമാനങ്ങൾ വേണം നമുക്ക്. അതായത് എല്ലാ ഷെയറും എപ്പോഴും മേടിക്കുന്നത്, ചില ഷെയർ ചില സമയത്ത് ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴാണ് മേടിക്കേണ്ടത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഒരു ഷെയർ നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിലുണ്ടാകണം. എന്തുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത്, എപ്പോൾ മേടിക്കണം. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഒരു ഷെയർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ വേണം. അടുത്തത്
ഏഴാമത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഷെയർ ഒരെണ്ണം വൈ എന്നുള്ളത് കിട്ടി, ഉത്തരം കിട്ടും നമുക്ക്. അപ്പോൾ വൈ എന്നൊക്കെ ഉത്തരം കിട്ടി. നൗ എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഷെയർ മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യമാണ് വൈ, എന്തുകൊണ്ട് ഞാനിത് മേടിക്കും. അതിന് ഉത്തരം നമുക്ക് കിട്ടി. ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ കമ്പനി ആയിരിക്കാം, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടറിൽ പ്രോഫിറ്റ് നന്നായിട്ട് കയറി നിൽക്കുന്ന കമ്പനി ആയിരിക്കണം. അങ്ങനെ ഓർഡർ കിട്ടിയിട്ട് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വൈ എന്നതിന് ഉത്തരം കിട്ടി. നൗ എന്തുകൊണ്ട് ഇപ്പോൾ മേടിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മേടിക്കുന്നതിന് ഒരു കാര്യമാണ്, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി നമുക്ക്, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഓർഡർ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ വരുന്നു കമ്പനിയിൽ, അങ്ങനെ ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയി. ആ വൈ നൗ എന്നുള്ളതിന് ഉത്തരത്തിന് ഉള്ളത് നമുക്കറിയാം. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയില്ല. ഈ വൈ എനിക്ക് ഉത്തരം കിട്ടി, പക്ഷെ നമുക്ക് നൗ അല്ലെങ്കിൽ വെൻ എന്നതിനൊരു ഉത്തരം ഇല്ലെങ്കിൽ ഇപ്പോൾ HDFC ബാങ്ക് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് രണ്ട് നല്ല കമ്പനികളാണ് HDFC ബാങ്കും നമുക്ക് ഹിന്ദുസ്ഥാൻ ലിവർ. ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് ആണ്. ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആരുമില്ല. നമ്മൾ ലൈബോയ് സോപ്പായാലും ലക്സ് സോപ്പായാലും സർഫ് എക്സൽ ആയാലും സൺലൈറ്റ് ആയാലും എല്ലാതും. അതുപോലെ HDFC നമ്മളെ ഗ്രാമാന്തരങ്ങളിലുള്ള കമ്പനിയാണ്. നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നു, ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് ആണ്, ബാങ്ക് നിഫ്റ്റിയിൽ നല്ല വെയിറ്റേജ് ഉള്ള കമ്പനി. പക്ഷേ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു സമയം ഉണ്ട്. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം. ഉദാഹരണത്തിന് ഇതിൻ്റെ ഗ്രാഫ് ചാർട്ട് നോക്കും. ഇപ്പോൾ ചാർട്ട് 2 വർഷം മുമ്പ് ഇവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളിടുന്ന് വിചാരിക്കുക. സപ്പോസ് ഈ റേഞ്ചിലിടുന്ന് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് 2021 ഒരു റേറ്റ്, 2021 ഇവിടെ ഈ റേറ്റിൽ ഒരു 1600 ഉണ്ട്. ഇവിടെ നോക്കിയാലാണ് 1614. ഈ സമയത്ത് HDFC ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം ഇവിടെ ലോസ് അല്ലേ, 200 രൂപ ലോസിലിട്ട് നിൽക്കുന്നത് ഉണ്ട്. ഇവിടെ നിന്ന് ലോസ് ഇടുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റ് ഒരു പണം ഉണ്ടാക്കാനുള്ള മേഖലയാണെങ്കിൽ കൂടിയും ഈ സമയം, ആ സമയത്തിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ വെൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ അവന് ഇപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ഫണ്ട് ലോസാണ് അവന് വരുന്നത്. കാരണം ഇവിടെ 1614 രൂപ ഇവിടെ ഈ സമയത്ത് റേറ്റ്, അതായത് 2021 1600. ഇവിടെ നോക്കിയാൽ 200 ചില്ലായിരം രൂപ വരെ ലോസാണ് നിൽക്കുന്നത്. അപ്പോൾ ഫണ്ട് 200 രൂപ ലോസിൽ നിൽക്കുന്നു. ഇത് മാത്രമല്ല 2 വർഷത്തെ ഫണ്ട് ബ്ലോക്കായി കിടന്നു. വേണ്ട, ഈ 2 വർഷത്തെ ടൈം പീരീഡ് ഇവിടെ ലോക്കായി അവന്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു വൈ വെൻ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാകുന്നതാണ് ഒരു ഷെയർ മാർക്കറ്റ് കണ്ടീഷനിൽ. നമുക്ക് അടുത്തൊരു എക്സാമ്പിളാണ് ഹിന്ദുസ്ഥാൻ ലിവർ. ഇതാണ് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ഇത്. ഹിന്ദുസ്ഥാൻ ലിവർ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലാണ് ഇത് ഒരു ജൂലൈ മാസത്തിൽ 22 ജൂലൈ മാസത്തിലാണ് ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയത്. ഈ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ആ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് എടുത്ത് ഇവിടെ മാറുന്നു. മനസ്സിലായ? അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് മാറുന്നു. ഏകദേശം 300-400 പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കിട്ടി. 400 ഇവിടെ പ്രോഫിറ്റ് കിട്ടി. അതായത് ഇത് വീക്കിലി ചാർട്ടാണിത്. അപ്പോൾ ഒരു കുറച്ച് വീക്കുകൾ, ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് ഏകദേശം 400 പോയിന്റോളം പ്രോഫിറ്റ് ഇവിടെ. ആ സമയം ഇവിടെ മേടിച്ച ആൾ ഇവിടെ മേടിച്ചതെന്ന് വെച്ചാൽ ഈ റേറ്റ് 2476 ഈ 2476 ഇത് ജൂലൈ 22 ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്. ജൂലൈ 22 ഈ ജൂലൈ 22 ബ്രേക്ക് ഔട്ട് സംഭവിച്ച ആൾ ഇത് ഹോൾഡ് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ ഫണ്ട് മുഴുവൻ, ഇവൻ ലോസ് ഇല്ല, പക്ഷെ ഫണ്ട് മുഴുവൻ അവിടെ ബ്ലോക്ക് ആയിപ്പോയി. അപ്പോൾ കറക്റ്റ് എൻട്രി കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എടുത്തില്ല. അതുകൊണ്ട് ഈ 2 മാസം ഇനി ഇത് കയറുമായിരിക്കാം, ഇത് നല്ല കമ്പനിയാണ് കയറുക, പക്ഷെ ഈ സമയം വരെ ആ ഫണ്ട് ബ്ലോക്ക് ആയില്ലേ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. വൈ നൗ HDFC ബാങ്കിൻ്റെ കേസിലുണ്ടെങ്കിൽ നമ്മൾ 2 വർഷം മുമ്പ് നിക്ഷേപിച്ച ഒരാൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ്. ഇതിൽ നിന്ന് വെച്ചാൽ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഫണ്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കാലഘട്ടം പോയി. മനസ്സിലായി? 2 വർഷം ഇവിടെ ഇട്ട് പോയി. ഈ 2 വർഷത്തെ ഈ ഫണ്ട് ബാങ്കിൽ ഇടണമെങ്കിൽ നമുക്ക് 8% പലിശയുടെ 16% പലിശ കിട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 8ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനുള്ള സമയമില്ല. നമുക്കൊരു അനലൈസേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് സമയമില്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ ചെയ്യാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് SIP രീതിയിൽ ചേരാം, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെ രീതിയിൽ ചെയ്തിട്ട്
നമുക്ക് ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒമ്പതാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു സെൽഫ് SIP നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് SIP, അതായത് ഓരോ കാറ്റഗറിയിലും ഇപ്പോൾ കാറ്റഗറി വൈസ് പറയുമ്പോൾ നമ്മൾ ഒരു ടയർ കമ്പനി, അതായത് അപ്പോളോ ടയേഴ്സ്, അതുപോലെ MRF, അതുപോലെ കമ്പനികൾ, അതുപോലെ FMCG ആണെങ്കിൽ ITC, HUL. FMCG ആണെങ്കിൽ ITC ഉണ്ട്, അതിൽ പിന്നെ HUL ഉണ്ട്, പിന്നെ മാരിക്കോ, അങ്ങനത്തെ നല്ല കമ്പനികൾ മൂന്നാല് ഒരു കാറ്റഗറി. ഇപ്പോൾ FMCGയിൽ ഒരു ഷെയർ എടുക്കുക, ടയർ കമ്പനിയിൽ വേറൊരു ഇതെടുക്കുക, ഫാർമ കമ്പനി, റാൻബാക്സ്, സിപ്ല, അതുപോലത്തെ ഒരു കമ്പനി. ഇങ്ങനത്തെ നമ്മളുടെ ഫേവറേറ്റ് ഉള്ള ഒരു 10 സെക്ടറിൽ ഒരു 10 കമ്പനി വീതം നമ്മൾ കണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉള്ള പൈസ ഒരു മാസം ഓരോ ഷെയറിൽ വെച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ലോങ് ടേം ആയിട്ട്. എന്നിട്ട് അത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കാം. എല്ലാ മാസവും ഈ 10 കമ്പനി ഷെയർസ് നമുക്ക് കണ്ടെത്താം. ആ കമ്പനി കണ്ടെത്തുമ്പോൾ ഓരോ സെക്ടർ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻസ്, അതിൽ നല്ല കമ്പനി ആയിരിക്കണം, കടമില്ലാത്ത കമ്പനി ആയിരിക്കണം, കടം ഉണ്ടാവരുത്, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം, ലോസ് ഉണ്ടാവുന്ന കമ്പനി ആയിരിക്കണം, ലോസ് ഇല്ലാത്ത കമ്പനി ആയിരിക്കണം, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. ഡിവിഡൻഡ് അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയയൊക്കെ ഇതിൽ നോക്കണം. ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള കമ്പനി, നല്ല നല്ല കമ്പനികൾ നോക്കിയിട്ട് അതിലൊരു മാസം ഒരു നിശ്ചയ എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് തന്നെ ഒരു SIP മോഡൽ നമുക്ക് തീരുമാനിക്കാം. 10ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള കമ്പനി, അതായത് കടമില്ലാത്ത കമ്പനി. ഒന്നാമത്തെ കാര്യം ലോസ് ഇല്ലാത്ത കമ്പനി ആയിരിക്കണം. രണ്ടാമത് നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. പ്രൊമോട്ടേഴ്സ് നല്ല മാനേജ്മെൻ്റ് ഉള്ള പ്രൊമോട്ടേഴ്സ് ആയിരിക്കണം. അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി നമ്മൾ നോക്കി വെച്ചിട്ട് അത് കമ്പനിയുടേതല്ലാത്ത കാരണങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കമ്പനിയുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റിൻ്റെ ഗതി കൊണ്ട് ഒരു 20-25% താഴ്ന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒരു എൻട്രി ഇത് പരിഗണിക്കാം. എന്നിട്ട് നമ്മൾ അത് മിണ്ടാതിരിക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ പിന്നെയും ചിലപ്പോൾ ഒരു 20%, 10% താഴാം. അതുണ്ട്, ഇതിൽ റിസ്ക് ഉണ്ട്. പക്ഷേ ലോങ് ടേം വ്യൂവിൽ അങ്ങനത്തെ കമ്പനികൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ HDFC ആയാലും ഹിന്ദുസ്ഥാൻ ലിവർ ആയാലും ഒരു 20-25% കമ്പനിയുടേതല്ലാതെ, ഇപ്പോൾ HDFC താന്നത് കമ്പനിയുടെ കാരണങ്ങളാണ്. അതല്ലാതെ ഇപ്പോൾ കൊറോണ കമ്പനിയുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഇഷ്യൂടെ, അതുപോലെ അല്ലെങ്കിൽ മാർക്കറ്റ് നിഫ്റ്റിയിൽ വലിയ ഇടിവ് വരുമ്പോൾ കമ്പനികൾക്ക് ഇടിവ് വരും. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഒരു 20-25% ഒരു കമ്പനി താഴുന്നു എന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. വീണ്ടും താഴൂല എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല, വീണ്ടും നമുക്ക് താഴുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ അവിടെ തന്നെ ഇരിക്കട്ടെ, ലോങ് ടേമിലേക്ക് ഒരു 2-3 വർഷത്തിലേക്ക് അതിൻ്റെ ഗ്രോത്ത് മുകളിലേക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ 10 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ലോസെങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടെത്തിയ ഒരു 10 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട്, പരമകാരുണ്യനായ സൃഷ്ടാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.